വാർത്തകളിലേക്ക് വിശദമായി. തിരുവനന്തപുരത്ത് മധ്യവയസ്കനെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തി. കരമന നെടുങ്കാട് സ്വദേശി ബോസാണ് കൊല്ലപ്പെട്ടത്. നെടുങ്കാട് വർക്ക്ഷോപ്പ് നടത്തുന്ന വിക്രമനാണ് കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഇരുവരും മദ്യലഹരിയിൽ തർക്കമുണ്ടായെന്നും അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറഞ്ഞു. പ്രതി വിക്രമനെ കരമന പോലീസ് അറസ്റ്റ് ചെയ്തു. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 37 വർഷം കഠിന തടവും 1,10,000 രൂപ പിഴയും ശിക്ഷ. അയിലൂർ സ്വദേശി പ്രസാദിനെയാണ് പാലക്കാട് പോക്സോ കോടതി ശിക്ഷിച്ചത്. പോക്സോ വകുപ്പ് പ്രകാരം 30 വർഷവും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് 7 വർഷവുമാണ് ശിക്ഷ. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകണമെന്നും ഉത്തരവിലുണ്ട്. 2020 ജനുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവം. കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി പ്രതി പീഡിപ്പിക്കുകയായിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ കോടികളുടെ സ്വർണ്ണവേട്ട. 7 കിലോയിലധികം സ്വർണ്ണമിശ്രിതം ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ദമ്പതികൾ പിടിയിലായി. പെരിന്തൽമണ്ണ അമ്മിനിക്കാട് സ്വദേശി അബ്ദുൾ സമദ്, ഭാര്യ സഫ്ന എന്നിവരെയാണ് എയർപോർട്ട് ഇന്റലിജൻസ് പിടികൂടിയത്. സഫ്ന 3642 ഗ്രാം സ്വർണ്ണമിശ്രിതവും സമദ് 3672 ഗ്രാം സ്വർണ്ണമിശ്രിതവും ആണ് ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടിയതിൽ ഏറ്റവും ഉയർന്ന അളവിലുള്ള സ്വർണ്ണമാണിത്. മിശ്രിതത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചപ്പോൾ 6 കിലോ 240 ഗ്രാം സ്വർണ്ണമാണ് ലഭിച്ചത്. 3,27,00,000 പരം രൂപ വരും ഇതിന്റെ വിപണി മൂല്യം. ദുബായിൽ നിന്നാണ് ഇരുവരും എത്തിയത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. തൃശൂർ നഗരത്തിൽ പോത്ത് വിരണ്ടോടി. ശങ്കരയ്യ റോഡിലെ വ്യാപാര സമുച്ചയത്തിലേക്ക് ഓടിക്കയറിയ പോത്ത് സാധന സാമഗ്രികൾ നശിപ്പിച്ചു. ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വാഹനങ്ങൾക്ക് കേടുപാടുപറ്റി. പോത്തിനെ കണ്ട് കടകളടച്ച് ആളുകൾ പുറത്തേക്കോടി. ഫയർഫോഴ്സ് എത്തിയാണ് പോത്തിനെ പിടികൂടിയത്. പോത്തിനെ കോർപ്പറേഷന്റെ ഷെൽട്ടറിലേക്ക് മാറ്റി. കൊല്ലം ചിതറയിൽ അംഗൻവാടി വിദ്യാർത്ഥിയെ ആയ മർദ്ദിച്ചതായി പരാതി. കണ്ണൻകോട് 4 സെന്റ് കോളനിയിലെ കുട്ടിയുടെ കാലിൽ ചതവ് പറ്റിയതായി രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ ശിശുക്ഷേമ വകുപ്പ് നേരിട്ടെത്തി കുട്ടിയുടെ മൊഴിയെടുക്കും. രാവിലെ കുഞ്ഞിനെ അങ്കൻവാടി കൊണ്ട് വിട്ടായിരുന്നു. തിരിച്ച് ഉച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. വരുന്ന വഴിക്ക് അയൽവാസിയായിട്ടൊരു അടുത്താണ് ഈ കൊച്ച് ആദ്യമായിട്ട് ഈ പറയുന്നത്. കൊച്ചിൻ്റെ കാലടിച്ച് കമ്പി വെച്ചിട്ടാണ് അടിച്ചത്. ഒരു ബുക്കും ആനയും ആടും ഇതൊക്കെ ഉള്ള മൃഗങ്ങളൊക്കെ ഉള്ള പടങ്ങളെടുത്ത് നോക്കിയപ്പോഴാണ് കുഞ്ഞിനെ അടിച്ചെന്നാണ് ഈ പറയുന്നത്. പിറ്റേ ദിവസം ഉച്ചയോട് കൂടി കൊച്ചിൻ്റെ കാല് നല്ല നീരും
അതിനെ തുടർന്ന് രാവിലെ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയി എക്സ്റേ എടുക്കാൻ പറഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ നല്ല ചതവുണ്ട്, കുഞ്ഞിൻ്റെ കാലിൽ അവിടെ ചതവുണ്ട്. അതിന് മരുന്നൊക്കെ മേടിച്ച് ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസും കൊടുത്ത്. ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും കുട്ടിയെ അടിച്ചിട്ടില്ലെന്നുമാണ് അംഗൻവാടി ആയയുടെ വിശദീകരണം. ആ കൊച്ചിനെ അന്ന് രാവിലെ ഇവിടെ കൊണ്ടുവന്നു. നമുക്ക് പരിചയമില്ലാത്ത കൊച്ചായിരുന്നു, തള്ളയും അതുപോലെ തന്നെ നമ്മളെ ഏരിയയിലുള്ളതുമല്ല, നമ്മളെ സർവേയിലുള്ള കൊച്ചല്ല. എന്നിട്ട് ഞാൻ ഒരു കൊച്ചിനെ തോളിൽ വിട്ട് ഈ കൊച്ചിനെ നടത്തിയും കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമുക്ക് പാവത്തും തോന്നി ഇവിടെ ഇരുത്തി ആ കൊച്ച് ഇവിടെ ഇരുന്ന് കളിച്ച് ആഹാരവും കഴിച്ച് ഉച്ചയ്ക്ക് പായിട്ട് കൊടുത്ത് കിടന്നും കൊണ്ട് ആണ് അവിടെ നിന്ന് ഞാൻ കളിപ്പാട്ടം എടുത്ത് അടുക്കി പറക്കി വെച്ചപ്പോൾ അമ്മമ്മ ഇത് കൊള്ളാമോ ഞാൻ പറഞ്ഞു, മക്കളെ ഉറങ്ങി എണീച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങ് കൊണ്ടുവയ്ക്കുകയും ചെയ്തു. അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. അതുമല്ല, ആദ്യമായിട്ടൊരു കുട്ടി നമ്മളെടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മളവരെ അടിച്ച് പിണക്കി വിടാനുള്ള, നാളെ ആ കുട്ടി ഞങ്ങളടുത്ത് വരാനുള്ളതല്ലേ. ഇടുക്കിയിലെ ജലസംഭരണികളിൽ അടിഞ്ഞ മണലും ചെളിയും നീക്കാൻ നടപടിയില്ല. സംഭരണശേഷി കുറഞ്ഞതോടെ മഴക്കാലത്ത് ഡാമുകൾ വേഗത്തിൽ നിറയുന്ന സാഹചര്യമാണുള്ളത്. കാലവർഷത്തിന് മുൻപേ സംഭരണശേഷി കൂട്ടാൻ നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യം. മഹാപ്രളയകാലത്തും തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും വൻതോതിലാണ് മണലും ചെളിയും ഡാമുകളിലേക്ക് ഒഴുകിയെത്തിയത്. ഇതോടെ ജില്ലയിലെ ചെറുകിട ഡാമുകളുടെ സംഭരണശേഷിയിൽ കാര്യമായ കുറവുണ്ടായി. കല്ലാർകുട്ടി, പൊന്മുടി, കല്ലാർ, ചെങ്കുളം തുടങ്ങിയ അണക്കെട്ടുകൾ മഴക്കാലത്ത് അതിവേഗമാണ് നിറയുന്നത്. പ്രളയത്തിനു ശേഷം ഡാമുകളുടെ സംഭരണശേഷി കുറയ്ക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായില്ല. ഡാമുകളിൽ ഇപ്പോൾ ആവശ്യത്തിന് ജലം ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ പവർ കട്ട് അടക്കമുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇടുക്കിയിലെ മുൻ കളക്ടർ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഡാമുകളിലെ ചെളിയും മണലുമെല്ലാം നീക്കം ചെയ്യുന്നതിന് ഉത്തരവിടുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയും ചെയ്തതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് ഇടയ്ക്ക് വച്ച് നിന്നു പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ടുള്ളത്. പുഴകളിൽ നിന്നും ഡാമുകളിൽ നിന്നും മണൽ വാരാൻ അനുമതിയില്ലാത്തതും സംഭരണശേഷി കുറയാൻ ഇടയാക്കി. പുഴയോരങ്ങളിൽ മണ്ണും മണലും അടിഞ്ഞുകിടക്കുന്നത് തീരമേഖലകളിൽ വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നു. ഡാമുകളിൽ നിന്നും മണൽ വാരിയാൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാം എന്നതിനൊപ്പം നിർമ്മാണ മേഖലയ്ക്കും മുതൽക്കൂട്ടാകും. നിർമ്മാണ മേഖലയായിട്ടുള്ള പ്രതിസന്ധിയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇടുക്കി ജില്ലയിൽ. അതിൽ ഇപ്പോൾ സർക്കാരുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ 2018 പ്രളയം മുതൽ ഇതുവരെ ഒരു ഡാമിൽ മണൽ വാരാനോ ഒന്നുമില്ല. അതൊക്കെ മണൽ വാരി കൊടുക്കും, അതനുസരിച്ച് അപ്പോൾ സർക്കാരിന് പൈസ കിട്ടും. ഞങ്ങളുടെ നിർമ്മാണ മേഖലയിൽ അതൊരു ഉണർവുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്നല്ല, തമിഴ്നാട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് പൊടിയൊക്കെ വന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ കോതമംഗലത്ത് പോയി എടുക്കണം. അപ്പോൾ പിന്നെ ഒരുപാട് വീട് പണിയാനും കാര്യങ്ങൾക്കെല്ലാം ഈ തോട്ടിക്കിടെയും ഡാമിക്കിടെയും ഉള്ള മണൽ കോരുവാണെങ്കിൽ ബാക്കി നാട്ടുകാർക്കും ആൾക്കാർക്കും എല്ലാം പ്രയോജനം കിട്ടും. കഴിഞ്ഞ വർഷം ഇടവിട്ട് പെയ്ത മഴയിൽ പോലും ഇടുക്കിയിലെ ചെറുകിട ഡാമുകൾ നിറയുന്ന സാഹചര്യം ഉണ്ടായി. മുൻപ് ജലസംഭരണികളിൽ നിന്നും മണൽ വാരുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരുന്നെങ്കിലും പാതിവഴിയിൽ നിലച്ചു. ന്യൂസ് 18 ഇടുക്കി. വയനാട്ടിൽ വീടിന് മുകളിലേക്ക് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം മുറിച്ചു നീക്കാൻ നടപടിയില്ല. നിരവധി തവണ റവന്യൂ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നാണ് തൊഴിലാളി കുടുംബത്തിന്റെ പരാതി. വേങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ലാൻഡ്ലെസ് കോളനിയിലെ 12ഓളം കുടുംബങ്ങളാണ് അപകടഭീതിയിൽ കഴിയുന്നത്. വീടിനു മുകളിലേക്ക് അപകടാവസ്ഥയിൽ ചാഞ്ഞു നിൽക്കുന്ന ഇട്ടിമരമാണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നത്. നിരവധി തവണ പഞ്ചായത്ത്, വില്ലേജ്, താലൂക്ക് അധികൃതർക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. നടപടിയൊന്നുമുണ്ടായില്ല. സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് അധികൃതർ ഒഴിഞ്ഞുമാറുന്നുവെന്നാണ് ആരോപണം. പിന്നെ ചെറിയ ഷെഡ് പോലത്തെ വീടുകളാണ്. അതൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു കമ്പ് വന്ന് വീണാൽ മതി, തകർന്നു പോകും. എല്ലാവരും ഇതിനെപ്പറ്റി ചോദിക്കുകയാണ്, പിന്നെ മുറിച്ച് മാറ്റാൻ പറയുന്നില്ല. എല്ലാവരും അറിയുന്നതാണ്, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. കാരണം അത് ഇതിനെ പറ്റിയിട്ട് ഇത്രക്ക് ഭീഷണിയാണ്. കാറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇത് ഏത് വഴിക്ക് പോകുന്നറിയില്ല. വേറെ ഭാഗത്തേക്ക് നിന്ന കമ്പാണ് നമ്മളെ വീടിൻ്റെ മേലേക്ക് വന്ന് വീണ് ഒക്കെ നശിച്ചു പോയത്. റവന്യൂ മന്ത്രിയോട് നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിച്ചതാണ്. ഉടൻ പരിഹരിക്കാമെന്ന മന്ത്രിയുടെ ഉറപ്പും പാഴ്വാക്കായി. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് മരത്തിന്റെ അപകടസ്ഥിതി ബോധ്യപ്പെട്ടെങ്കിലും നടപടി ഇല്ലാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് 18 വയനാട്. വേനൽമഴയിൽ താമരശ്ശേരിയിൽ വ്യാപക നാശം. കട്ടിപ്പാറ പഞ്ചായത്തിലെ ചേയോട്
വീട് തകർന്നു. കുന്നംപള്ളി സ്വദേശി സുലേഖയുടെ വീടാണ് ഭാഗികമായി തകർന്നത്. വീടിന്റെ അടുക്കള ഭാഗത്ത് കോൺക്രീറ്റ് സ്ലാബും ചുമരുകളും തകർന്നു. വയറിംഗും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. 3 തെങ്ങുകൾക്കും ഇടിമിന്നലേറ്റു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തോട്ടിലെ പോളശല്യം മൂലം വലയുകയാണ് കായംകുളം മലയൻ കനാലിന് സമീപത്തെ കുടുംബങ്ങൾ. തോട്ടിൽ ഒഴുക്ക് നിലച്ച അവസ്ഥയാണിപ്പോൾ. മലയൻ കനാലിൽ കാവടിപ്പാലത്തിനടുത്താണ് പോള അടിഞ്ഞു കിടക്കുന്നത്. പടിഞ്ഞാറൻ ഭാഗത്തുള്ള നിരവധി കുടുംബങ്ങളാണ് ഇതുമൂലം ബുദ്ധിമുട്ട് നേരിടുന്നത്. ഉപ്പുവെള്ളം കയറാതിരിക്കാൻ തോട്ടിൽ മുട്ടിടുന്നതോടെ തോട്ടിലെ ഒഴുക്ക് നിലയ്ക്കും. മഴ പെയ്യുന്ന സമയത്ത് ഇത് വെള്ളം പൊങ്ങി ഇത് മൊത്തം ഓരോ വീടുകളിലും ഇങ്ങനെ ഇടിച്ചു കുത്തിയാണ് കയറുന്നത്. ഓരോ ബാത്റൂമിൻ്റെ സൈഡും വീടും ഒക്കെ ഒന്ന് കാണണം. മൊത്തം കുളം കുത്തി കിടക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ ഇതിലെ യാത്ര പോലും ചെയ്യാനൊക്കത്തില്ല. അതുപോലെ വെള്ളമാണ്. നമ്മുടെ മുട്ടിൻ്റെ അത്രയും വെള്ളമാണ്. തോട്ടിലൂടെ ഒഴുകി വരുന്ന പോളയും പായലും കാവടിപ്പാലത്തിനടുത്ത് അടിഞ്ഞുകൂടും. ഇതോടെ ഒഴുക്കും നിലയ്ക്കും. തൂണുകളിൽ പായൽ ചുറ്റിക്കിടക്കുന്നതോടെ മാലിന്യം അടിഞ്ഞുകൂടും. 3 വർഷമായി ഈ പോള തിങ്ങുമ്പോൾ വെള്ളം കയറി ഞങ്ങളെ ഈ പടിഞ്ഞാറേക്കര കിടക്കുന്ന എല്ലാ വീട്ടിലും ഫൗണ്ടേഷൻ്റെ മേളിൽ വരെ വെള്ളം കയറി. ഞങ്ങൾക്ക് അത്രയും ദിവസം ഇവിടെ മാറി താമസിക്കേണ്ട ഗതികേടാണ് ഉണ്ടായത്. സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ പായലും മാലിന്യങ്ങളും തോട്ടിൽ നിന്ന് മഴക്കാലത്ത് സമീപത്തെ വീടുകളിലേക്ക് കയറും. എല്ലാ വർഷവും ഇവിടുത്തെ കുടുംബങ്ങളുടെ ദുരവസ്ഥ ഇതാണ്. കാവടിപ്പാലം മുതൽ തോണ്ടിൽകുന്നേ പാലം വരെ ഈ തോട്ടിൽ ഒഴുകുന്ന ഈ പോള തിങ്ങി നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാരണം നമുക്ക് നമ്മുടെ അതുപോലെ തന്നെ വെള്ളം നിറഞ്ഞൊഴുകുന്ന സമയത്ത് നമുക്ക് ഈ വീടുകളിൽ നമ്മുടെ ഈ ഇത്രയും വീടുകളിൽ ഇവിടുന്ന് നമ്മുടെ തോണ്ടിൽകുന്നേ പാലം വരെ ഈ ഒഴുകി വെള്ളം കെട്ടി അഴുക്കും മാലിന്യങ്ങളും ഈ പോളയും ഇതെല്ലാം കൂടെ അടിഞ്ഞുകൂടി നമ്മുടെ വീടിൻ്റെ 4 വശവും കൂടെ ഒഴുകി ഞങ്ങൾക്ക് 3 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുകയാണ് ഈ ദുരിതം. നഗരസഭയും ജലസേചന വകുപ്പും പ്രശ്നത്തിൽ അടിയന്തര ശ്രദ്ധ ചെലുത്തണമെന്നാണ് ആവശ്യം. കാവടിപ്പാലം മുതൽ തോണ്ടിൽക്കുന്ന് പാലം വരെ സമാന അവസ്ഥയാണ്. ന്യൂസ് 18 കായംകുളം. ഒഞ്ചിയം രക്തസാക്ഷികളുടെ ബലികുടീരത്തിൽ പുഷ്പാർച്ചനയും രക്തസാക്ഷി പ്രതിജ്ഞയും നടത്തി CPM. ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. CPI നേതാക്കളും പങ്കെടുത്തു. വികസന വിഷയത്തിലെ എതിർപ്പുകൾക്ക് മുൻപിൽ അന്താളിച്ചു നിൽക്കാനാവില്ലെന്ന് മോഹനൻ പ്രതികരിച്ചു. തിരുവനന്തപുരം ചന്തവിളയിൽ യുവാവ് ഭാര്യയുടെ വീടും ബന്ധുവീടും അടിച്ചു തകർത്തു. മോഷണമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ റഹീസ് ഖാനാണ് ഭാര്യ നൌഫിയയുടെ ചന്തവിളയിലുള്ള വീട് ഇന്നലെ രാത്രി അടിച്ചു തകർത്തത്. 2 ദിവസം മുൻപുണ്ടായ അടിപിടിയുമായി ബന്ധപ്പെട്ട് ഭാര്യ പിതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതാണ് പ്രകോപനത്തിന് കാരണം. പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് പോത്തൻകോട് പോലീസ് അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. SMA രോഗം ബാധിച്ച ഷൊർണൂരിലെ ഗൗരി ലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് ഇനിയും 4.5 കോടി രൂപ കണ്ടെത്തണം. ഇതുവരെ 11,75 ലക്ഷം രൂപയാണ് സമാഹരിച്ചത്. മെയ് 2-ന് ഗൗരിക്ക് 2 വയസ്സ് തികയും. അതിനുള്ളിൽ ചികിത്സ തുടങ്ങാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളും. മെയ് 2-ന് ഗൗരി ലക്ഷ്മിക്ക് 2 വയസ്സാകും. അതിനു മുൻപ് മരുന്ന് നൽകിയാലേ ഈ കുഞ്ഞിന് നടക്കാൻ കഴിയൂ. അപൂർവ രോഗമായ SMA രോഗത്തിന് ഇരയാണ് ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശി ലിജുവിന്റെയും നിതയുടെയും മകൾ ഗൗരി ലക്ഷ്മി. മരുന്ന് വിദേശത്ത് നിന്ന് എത്തിക്കണം. ഇതിന് 16 കോടി രൂപയാണ് ചെലവ്. സുമനസുകളുടെ കനിവിൽ ഇതുവരെ സമാഹരിച്ചത് 11,75 ലക്ഷം രൂപ. ഇനിയും 4 കോടിയിലധികം കണ്ടെത്തണം. കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിച്ച് സിനിമാ താരങ്ങളും സാംസ്കാരിക പ്രവർത്തകരും അഭ്യർത്ഥനയുമായി രംഗത്തെത്തി. ദൈവം മുൻകൂട്ടി ആ കൊച്ചിന് അസുഖമുള്ളത് നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രതിവിധിയും നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാവരും മനുഷ്യസ്നേഹികളെ നമ്മളെല്ലാവരും ജീവൻ്റെ വില മനസ്സിലാക്കുന്ന നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ നമുക്ക് ഗൗരി ലക്ഷ്മിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയും. എല്ലാവരുടെയും സഹായം ആ കൊച്ചുമോൾക്കുണ്ടാവും. ഗൗരി ലക്ഷ്മിയുടെ സ്പൈനൽ മസ്കുലർ എട്രോഫി ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള 16 കോടിയിൽ 11 കോടി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് സമാഹരിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ അവസാന നിമിഷത്തിൽ 5 കോടി രൂപ കൂടി കുറവുണ്ട്. തീർച്ചയായിട്ടും
നമ്മളെല്ലാവരും കൂടി ഒന്നുകൂടി മനസ്സ് വെച്ചാൽ ആ തുക സമാഹരിക്കാൻ കഴിയും. ചികിത്സയ്ക്ക് പ്രവേശിക്കേണ്ട ദിവസം കഴിഞ്ഞു. 16 കോടി രൂപ തികയാത്തതുകൊണ്ട് കുഞ്ഞിന്റെ ചികിത്സ നീണ്ടുപോവുകയാണ്. മെയ് ആദ്യവാരമെങ്കിലും കുഞ്ഞിന് ചികിത്സ നൽകണം. കുഞ്ഞിന്റെ ജീവനായി സുമനസ്സുകളുടെ കനിവിനായുള്ള പ്രാർത്ഥനയിലാണ് ഈ കുടുംബം. ന്യൂസ് 18 പട്ടാമ്പി. ചാവക്കാട് നഗരത്തിൽ നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണം. ഈദ് പെരുന്നാളിനോട് അനുബന്ധിച്ചാണ് നിയന്ത്രണം. മുല്ലത്തറ, ബ്ലാങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ വസന്തം കോർണർ വഴി ഏനാമാവ് റോഡിലൂടെ ചാവക്കാട് സെന്ററിലേക്ക് എത്തണം. ഗുരുവായൂർ ഭാഗത്തു നിന്നും വരുന്ന എല്ലാ വാഹനങ്ങളും ചാവക്കാട് നോർത്ത് ബൈപ്പാസ് റോഡിലൂടെ മാത്രമേ കടന്നുപോകാൻ അനുവദിക്കൂ. പെരുന്നാളിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായാണ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KG സുരേഷ് അറിയിച്ചു. വ്രതശുദ്ധിയുടെ നാളുകൾ. ചെറിയ പെരുന്നാൾ അടുത്തതോടെ മൈലാഞ്ചിയിടലും സജീവമായി. മുക്കം നഗരസഭയിലെ പുളപ്പൊയിൽ കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പായ ചിറകിന്റെ നേതൃത്വത്തിൽ നടത്തിയ മെഹന്തി ഫെസ്റ്റിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. പെരുന്നാളിനുള്ള ഒരുക്കങ്ങൾ നാടെങ്ങും നടക്കവേ മൈലാഞ്ചി ചോപ്പിന്റെ ചാരുതയിലാണ് പെൺകുട്ടികൾ. കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞ് ചെറിയ പെരുന്നാളിന്റെ ഗൃഹാതുര ഓർമ്മകളെ സജീവമാക്കി നിർത്തുകയാണിവർ. വിവിധയിടങ്ങളിൽ മൈലാഞ്ചിയിടൽ മത്സരങ്ങളും സജീവമാണ്. ഒത്തുചേരലിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യമുയർത്തിപ്പിടിക്കുകയാണ് ഇതിലൂടെ. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദവും മതേതരത്വവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, മതസൗഹാർദ്ദങ്ങൾ, മതേതര മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവർക്കും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് ചിറക് ഓക്സിലറി ഗ്രൂപ്പ് ഈ ഒരു പരിപാടി ഇന്ന് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പായ ചിറകിന്റെ നേതൃത്വത്തിൽ നടത്തിയ മെഹന്തി ഫെസ്റ്റിൽ 2 അംഗങ്ങളുള്ള 19 ടീമാണ് പങ്കെടുത്തത്. മത്സരത്തിൽ പങ്കെടുത്തവരെല്ലാം ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് മൈലാഞ്ചിയിടലിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചത്. നീലീശ്വരം ശിശുമന്ദിരത്തിൽ നടത്തിയ മെഹന്തി ഫെസ്റ്റ് എഴുത്തുകാരിയും കവിയത്രിയുമായ നസീബ ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ MK യാസർ അധ്യക്ഷത വഹിച്ചു. മത്സരത്തിൽ ഷിഫ നാസർ 1ാം സ്ഥാനവും അൻസില 2ാം സ്ഥാനവും ഷിംന 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് മുക്കം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി ഉപഹാരവും പ്രൈസ് മണിയും വിതരണം ചെയ്തു. ന്യൂസ് 18 മുക്കം. കോഴിക്കോട് ചാത്തമംഗലം ചൂലൂരിൽ സാമൂഹ്യ വിരുദ്ധർ വാഴകൃഷി വെട്ടിനശിപ്പിച്ചു. ചൂലൂർ പാടത്താണ് 100ഓളം വാഴകൾ വെട്ടിനശിപ്പിച്ചത്. കുന്ദമംഗലം പോലീസ് അന്വേഷണം തുടങ്ങി. കോവിഡ് കാലത്തെ പ്രതിസന്ധി അതിജീവിക്കാമെന്ന പ്രതീക്ഷയിലാണ് മോഹനൻ ചൂലൂർ പാടത്ത് വാഴകൃഷി നടത്തിയത്. ദിവസങ്ങളുടെ കഠിനാധ്വാനത്തിനൊടുവിൽ വാഴ കുലച്ചു തുടങ്ങിയപ്പോഴാണ് സാമൂഹ്യ വിരുദ്ധരുടെ ക്രൂരത. കുലച്ചതും കുലക്കാറായതുമായ നേന്ത്രൻ, പൂവൻ, ഞാലിപ്പൂവൻ ഇനങ്ങളിൽപ്പെട്ട 100ഓളം വാഴകളാണ് വെട്ടിനശിപ്പിച്ചത്. വ്യാഴാഴ്ച രാവിലെ പതിവ് പോലെ വയലിലെത്തിയപ്പോഴാണ് വാഴകൃഷി നശിച്ച നിലയിൽ കണ്ടെത്തിയത്. എനിക്ക് ആരോടും ശത്രുതയൊന്നും ഇല്ല. ശത്രുക്കളുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു പൊതു കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. പിന്നെ എന്താ എങ്ങനെയാണ് സാമൂഹ്യ ദ്രോഹികളാണോ എന്താ നമ്മളോട് വൈരാഗ്യമുള്ളവരാണോ ഒന്നും അറിയില്ല. വാഴ പൂർണ്ണമായും വെട്ടിനശിപ്പിച്ചതോടെ മോഹനൻ വലിയ പ്രയാസത്തിലാണ്. സാമ്പത്തിക നഷ്ടവും താങ്ങാനാകുന്നില്ല. സംഭവത്തിൽ മോഹനൻ കുന്ദമംഗലം പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 ചാത്തമംഗലം. 5 കിലോ ഭാരം ചുമന്ന് 12 കിലോമീറ്റർ ഓടി നേട്ടം കൈവരിച്ച യുവാവിന് ആദരം. മൂന്നാർ സ്വദേശി അജയ്യെയാണ് ആദരിച്ചത്. കഠിന പരിശ്രമത്തിലൂടെയാണ് അജയ് നേട്ടം കൈവരിച്ചത്. വാഗുവാരയിലെ വിക്ടർ വള്ളിയമ്മാൾ ദമ്പതികളുടെ മകൻ അജയ് തോളിൽ 5 കിലോ ഭാരം ചുമന്ന് 50 മിനിറ്റ് കൊണ്ട് 12 കിലോമീറ്റർ ഓടിയാണ് നേട്ടം കൈവരിച്ചത്. എസ്റ്റേറ്റായ നയമക്കാട്ടിൽ നിന്നും വാഗുവാര വരെയായിരുന്നു ഓട്ടം. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം അജയെ തേടിയെത്തി. മകന്റെ പ്രയത്നം ഫലം കണ്ടതിൽ സന്തോഷമെന്ന് അജയുടെ അച്ഛനും അമ്മയും. என்னுடைய பையன் இன்னைக்கு இந்த இன்டர்நேஷ்னல் வேர்ல்டு ரெக்கார்ட் பண்ணியிருக்கா அப்படிங்கும்போது இது
எங்களுக்கு வந்து ஒரு அபூர்வமான ஒரு சந்தோஷம். അജയെ വാർഡംഗവും മൂന്നാർ പഞ്ചായത്ത് വികസന കമ്മിറ്റി ചെയർപേഴ്സണുമായ കനകമ്മയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മൂന്നാർ കോൺഗ്രസ് ഓഫീസിൽ നടന്ന പരിപാടിയിൽ മുൻ MLA AK മണി അജയ്ക്ക് ട്രോഫിയും സമ്മാനിച്ചു. ഇത് ഒരു ചരിത്രം, ഇതുവരെ யாரும் நடைமுறைப்படுத்தாத ஒரு பெரிய சரித்திரத்தை தோட்ட தொழிலாளி மகனாக ஈண்டெடுக்கப்பட்டு அந்த தொழிலாளி மகன் படித்து இன்ஜினியரிங் மெக்கானிக்கல் இன்ஜினியர் படித்து கொண்டிருக்கின்றார் கோயம்புத்தூரில். இருந்தும் கூட அந்த நிலையிலும் கூட இந்த மிகப்பெருமான வெற்றியை அவர் தேடி இருக்கின்றார் என்றால் இங்கு மூணாரில் இருக்கக்கூடிய தோட்ட தொழிலாளர்களுக்கெல்லாம் புகழ். ന്യൂസ് 18 മൂന്നാർ. പട്ടാമ്പി നഗരസഭാ കൗൺസിലറും മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ C സംഗീതയെയും ഭർത്താവിനെയും ആക്രമിച്ചതായി പരാതി. കെട്ടിട ലൈസൻസുമായി ബന്ധപ്പെട്ട നഗരസഭയിൽ ഹിയറിംഗിന് ഇടയിലാണ് സംഭവം. V4 പട്ടാമ്പി നേതാവ് KP ഷാഹിദ് മർദ്ദിച്ചതായാണ് പരാതിയിൽ പറയുന്നത്. സംഗീതയും ഭർത്താവ് പ്രമോദും ആശുപത്രിയിൽ ചികിത്സ തേടി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉൾപ്പെടെയുള്ള നേതാക്കൾ സംഗീതയെ ആശുപത്രിയിൽ സന്ദർശിച്ചു. സംഭവത്തിൽ സംഗീത പട്ടാമ്പി പോലീസിൽ പരാതി നൽകി. ഞങ്ങൾ പറഞ്ഞില്ല, പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് എഴുതി കൊണ്ടുപോയിട്ട് സെക്രട്ടറി കൊടുത്ത മൊഴി വായിച്ച് കേൾപ്പിക്കണമെന്ന് പറഞ്ഞ് വളരെ ആക്രോശിച്ചുകൊണ്ട് ഷാഹിദ് റൂമിലേക്ക് കയറി വന്നു, സെക്രട്ടറി റൂമിലേക്ക് കയറി വന്നു. അതുമായി ഒരു ബന്ധമില്ലാത്ത ആളാണ്. സെക്രട്ടറി ആളെ കയറിങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല. ആയിട്ട് കയറി വന്നതിന് ശേഷം ഈ മൊഴി ശരി വായിച്ചോളൂ എന്ന് പറഞ്ഞ് പകുതി വായിച്ചു കഴിയുമ്പോഴേക്കും ഷാഹിദ് എണീറ്റ് എൻ്റെ ഭർത്താവിനെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് പിന്നെ തള്ളി പിടിച്ച് വലിച്ചുകൊണ്ട് ഹാഫ് ഡോറിൻ്റെ അവിടെ വരെ വന്നു. എന്നെ പിടിച്ച് തള്ളി കൈ പിടിച്ച് തിരിച്ചു. പിന്നെ മോശമായിട്ട്, വളരെ മോശമായിട്ട് അത്രയും ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് വളരെ മോശമായിട്ട് അസഭ്യ വർഷമാണ് നടത്തിയത്. ഗുരുവായൂർ നഗരസഭയുടെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ചാർജ് രേഖപ്പെടുത്തിയ ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യം. കൃത്യമായ മാനദണ്ഡമില്ലാത്തതിനാൽ കരാറുകാരൻ തോന്നിയപടി പണം പിരിക്കുന്നുവെന്നാണ് ആരോപണം. നഗരസഭയുടെ വിവിധ ഗ്രൗണ്ടുകളിൽ ഫീസ് പിരിക്കുന്നത് സ്വകാര്യ കരാറുകാരാണ്. ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ RTO ഓഫീസിൽ ടെസ്റ്റിനെത്തുന്ന വാഹനങ്ങളിൽ നിന്നടക്കം ഫീസ് ഈടാക്കുന്നുവെന്നാണ് ആരോപണം. തോന്നിയ പടിയാണ് ഫീസ് ഈടാക്കുന്നത്. സുതാര്യതയ്ക്കായി ചാർജ് രേഖപ്പെടുത്തിയ ബോർഡ് സ്ഥാപിക്കണമെന്നാണ് ഡ്രൈവർമാരുടെ പൊതു ആവശ്യം. ടോയ്ലറ്റിന് അമിത ചാർജ് ഈടാക്കുന്നതായും പരാതിയുണ്ട്. പാർക്കിംഗ് ചാർജ് എത്രയാണെന്നുള്ള ഒരു ബോർഡേ ഇല്ല. ഇന്ന വണ്ടിക്ക് ഇത്ര ചാർജ് എന്നുള്ള ഒരു കണക്കേ ഇല്ല. അവർ തരുന്നത് നമ്മൾ കൊടുത്തു പോകുന്നു. ഇത്ര തന്നെ. ബാത്റൂം വെച്ചാൽ അത്രയും തല്ലിപ്പൊളി ബാത്റൂം. ഇവരിന്ന് 5 രൂപയും ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് 10 രൂപയാണ് വാങ്ങുന്നത്. അതിൻ്റെ ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് തോന്നിയ പോലെ. ഇതര സംസ്ഥാന ഭക്തരെത്തുന്ന വാഹനങ്ങൾക്കും ചാർജ് രേഖപ്പെടുത്തിയ ബോർഡുണ്ടായാൽ കൂടുതൽ പ്രയോജനം ചെയ്യുമെന്നും ഡ്രൈവർമാർ പറയുന്നു. വ്യത്യസ്ത സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ബസ്സുകൾക്കും കാറുകൾക്കും ടെമ്പോ ട്രാവലറുകൾക്കും വ്യത്യസ്ത തുകയാണ് ഈടാക്കുന്നത്. എന്നാൽ രസീതിൽ 13 സീറ്റുകൾക്ക് മുകളിലുള്ള വാഹനങ്ങൾക്കെല്ലാം 70 രൂപ ഫീസായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് ഡ്രൈവർമാർ പറയുന്നു. ന്യൂസ് 18 ഗുരുവായൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.